നമസ്കാരം. 9th സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ഇതിൽ പെയർസ് ഓഫ് ഇക്വേഷൻ ഉള്ള ചാപ്റ്ററിലെ പേജ് നമ്പർ 10-ലെ 5 പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag was 300 rupees more than the slippers. What is the price of the slippers and the price of the bag? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രിയ ഒരു ബാഗും പെയർ ഓഫ് സ്ലിപ്പേഴ്സും 1100 രൂപയ്ക്ക് വാങ്ങി. ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പേഴ്സ്. സ്ലിപ്പറിനേക്കാളും 300 രൂപ കൂടുതലാണ് ബാഗിന്. അങ്ങനെയെങ്കിൽ ഓരോന്നിൻ്റെയും വില കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. സ്ലിപ്പറിനേക്കാൾ 300 രൂപ കൂടുതലാണ് ബാഗിന്. അതായത് ഇപ്പം എന്തിനേക്കാൾ എന്ന് പറയുമ്പോൾ ഒരു എളുപ്പ വഴി ആ പറഞ്ഞിരിക്കുന്നത് ഇപ്പം സ്ലിപ്പറിനേക്കാളല്ലേ, അപ്പം സ്ലിപ്പറിൻ്റെ എക്സ് ആയിട്ട് എടുക്കുക, ബാഗിൻ്റെ വൈ ആയിട്ട് എക്സ് ആയിട്ട് എടുക്കാം. നമുക്കിവിടെ പ്രൈസ് ഓഫ് സ്ലിപ്പർ എക്സ്, പ്രൈസ് ഓഫ് ബാഗ്, ബാഗിൻ്റെ പ്രൈസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്ലിപ്പറിനേക്കാൾ 100 കൂടുതലാണ്. അപ്പം പ്രൈസ് ഓഫ് ബാഗ് വൈ. പ്രൈസ് ഓഫ് ബാഗ് അതായത് വൈ ഈസ് ഈക്വൽ ടു സ്ലിപ്പറിനേക്കാൾ 100 കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 100. അതൊരു ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി രണ്ടിൻ്റെയും കൂടി പ്രൈസ് ആഡ് ചെയ്താൽ എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, രണ്ടിൻ്റെയും കൂടി പ്രൈസ് ആഡ് ചെയ്താൽ 1100 ആണ് കിട്ടുന്നത്. അതായത് സ്ലിപ്പറിൻ്റെയും ബാഗിൻ്റെയും പ്രൈസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1100. അപ്പം അടുത്ത ഇക്വേഷൻ കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 100. ഈ വൈയുടെ വാല്യൂ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈ വൈയുടെ വാല്യൂ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? ഈ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 100 എന്നുള്ള വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പം എക്സ് പ്ലസ് വൈക്ക് പകരം എന്തെഴുതാം? എക്സ് പ്ലസ് 100 is equal to 1100. ഇവിടെ നോക്കിയേ, എക്സിന് എക്സ് തന്നെ എഴുതി, പിന്നെ വൈക്ക് എക്സ് പ്ലസ് 100 എന്ന് ഫസ്റ്റ് ഇക്വേഷനിലുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ എക്സ് പ്ലസ് 100 is equal to 1100. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x പ്ലസ് 100 is equal to 2x is equal to ഈ 100 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും. 1000. 2x is equal to 1000. x is equal to 1000 divided by 2, 500. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പറിൻ്റെ പ്രൈസ് കിട്ടി 500 rupees. ഇനി ബാഗിൻ്റെ പ്രൈസും വൈ കണ്ടുപിടിക്കണ്ടേ? വൈ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് 100 ആണ്. അതായത് 500 പ്ലസ് 100. $600. നമുക്ക് രണ്ട് പ്രൈസും കിട്ടിയില്ലേ? പ്രൈസ് ഓഫ് സ്ലിപ്പർ എന്താണ്? പ്രൈസ് ഓഫ് സ്ലിപ്പർ എക്സ് ആണ്. അത് എത്രയാണ്? 500 rupees. അതുപോലെ പ്രൈസ് ഓഫ് ബാഗ് എന്താണ്? 600 rupees. അപ്പോൾ രണ്ട് ആൻസറും ആയില്ലേ? രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ദ സം ഓഫ് 2 numbers is 26 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 26ഉം അതിൻ്റെ ഡിഫറൻസ് 4ഉം. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ എന്ന് എടുക്കാം. ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. ഇനി സം, രണ്ട് നമ്പേഴ്സിൻ്റെയും സം 26 തന്നിട്ടുണ്ട്.
അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 26 ഒരു ഇക്വേഷൻ കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 1. പിന്നെ അതിൻ്റെ ഡിഫറൻസ് എന്താണ്? 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4 ഇക്വേഷൻ നമ്പർ 2. ഇനി ഏതെങ്കിലും ഒരു വാല്യൂവിന് നമ്മളൊരു ഇപ്പോൾ എക്സിനോ വൈക്കോ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഒരു വാല്യൂ കണ്ടുപിടിക്കുക. അതായത് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുമല്ല എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? വൈ പ്ലസ് 4. അതായത് ഈ മൈനസ് വൈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് വൈ ആവും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 4 എന്ന് കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 4 അത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 26 എന്നാണ്. അപ്പോൾ എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? വൈ പ്ലസ് 4 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 26. വൈ പ്ലസ് വൈ എന്താണ്? 2y പ്ലസ് 4 ഇസ് ഈക്വൽ ടു 26. 2y ഇസ് ഈക്വൽ ടു എന്ത് വരും? 26 മൈനസ് 4. ഈ പ്ലസ് 4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 4. ഇപ്പോൾ 22. Therefore y is equal to 22 divided by 2 11. y is equal to 11 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? വൈ പ്ലസ് 4 അല്ലേ? വൈ പ്ലസ് 4 വൈ 11 എന്ന് കിട്ടി. അപ്പോൾ 11 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 15. അപ്പോൾ രണ്ട് നമ്പേഴ്സും കിട്ടിയല്ലേ? എക്സ് 15 വൈ 11. അതിൻ്റെ ഡിഫറൻസ് എന്ത് വരും? 4 ആണ്. 15ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 26 കിട്ടും. നമ്പേഴ്സ് കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദ അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. ഒരു റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ ലോങ്ങർ സൈഡ് എപ്പോഴും നമ്മൾ ലെങ്ത് ആണ് അല്ലേ? അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തിനേക്കാൾ 8 കൂടുതലാണ് ലെങ്ത്ത്. ഇവിടെ നമുക്ക് ലെങ്ത് എക്സ് എന്നും ബ്രെഡ്ത്ത് വൈ എന്ന് കൊടുക്കാം. ലെങ്ത് എക്സ് ബ്രെഡ്ത്ത് വൈ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലാർജർ സൈഡ് സ്മോളർ സൈഡിനേക്കാൾ 8 കൂടുതലാണെന്നും. അതായത് ലാർജർ സൈഡ് എപ്പോഴും ലെങ്ത് ആയിരിക്കും. ലെങ്ത് ബ്രെഡ്ത്തിനേക്കാൾ 8 കൂടുതലാണ്. അപ്പം ലെങ്ത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 8. അത് ഇക്വേഷൻ നമ്പർ 1. നീളം വീതിയേക്കാൾ 8 കൂടുതലാണ്. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 8. പിന്നെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 40 എന്ന്. പെരിമീറ്ററിൻ്റെ ഇക്വേഷനാണ് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്താണ്? 40 തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും? 40. ഇവിടെ ഇൻറ്റു 2 എന്നുള്ളത് ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2. 40 ഡിവൈഡഡ് ബൈ 2 20. അപ്പോൾ എക്സ് പ്ലസ് വൈ 20 എന്ന് വരും അല്ലേ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 20. അത് ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 8. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ എക്സിൻ്റെ വാല്യൂ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? എക്സിന് പകരം എന്ത് എഴുതാം? വൈ പ്ലസ് 8. വൈ പ്ലസ് 8 പ്ലസ് വൈ. അതായത് എക്സിന് പകരം വൈ പ്ലസ് 8 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 20. വൈ പ്ലസ് വൈ എന്താണ്? 2y പ്ലസ് 8 ഇസ് ഈക്വൽ ടു 20. 2y ഇസ് ഈക്വൽ ടു എന്ത് വരും? 20 മൈനസ് 8. ഈ പ്ലസ് 8 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 8. അതായത് 20 മൈനസ് 8 എന്നാണ് 12. Therefore y ഇസ് ഈക്വൽ ടു എന്ത് വരും? 12 ഡിവൈഡഡ് ബൈ 2. 6 കിട്ടി. y കിട്ടി 6. ഇനി എക്സ് കണ്ടുപിടിക്കാമല്ലോ. എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 8 എന്ന് ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 8. വൈ എന്താണ്? 6 പ്ലസ് 8 ഈക്വൽ ടു 14. അപ്പം നമുക്ക് ലെങ്ത്തും കിട്ടി ബ്രെഡ്ത്തും കിട്ടി. അപ്പം ലെങ്ത് എന്താണ്? ലെങ്ത് ഇസ് ഈക്വൽ ടു എക്സ് അല്ലേ നമ്മൾ ലെങ്ത് ആയിട്ട് എടുത്തത് 14 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ.
നാലാമത്തെ ചോദ്യം എന്താണ്? എ വയർ 3.5 meter long is to be cut into 2 pieces with one piece bent into a square and the other into an equilateral triangle. The lengths of sides of both must be the same. How should be the wire be cut? അതായത് 3.5 meter നീളമുള്ള ഒരു വയർ കട്ട് ചെയ്തിട്ട് രണ്ട് ഷേപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നൊരു സ്ക്വയറും ഒന്നൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും. രണ്ടിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വയർ എങ്ങനെ മുറിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഒന്ന് ഒരു കമ്പി മുറിച്ച് ഒന്നൊരു സമചതുരവും ഒന്നൊരു സമഭുജ ത്രികോണവും ആക്കിയാണ്. ഈ സമചതുരത്തിൻ്റെ വശം എത്രയാണോ അത് തന്നെയായിരിക്കും സമഭുജ ത്രികോണത്തിൻ്റെയും വശം. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ മുറിക്കും എന്നുള്ളതാണ് ചോദ്യം. ലെങ്ത് ഓഫ് വയർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ലെങ്ത് ഓഫ് ദ വയർ എന്താണ്? 3.5 meter, 3.5 meter എന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ വയറിനെ നമ്മളൊരു ബെൻഡ് ചെയ്തിട്ട് ഒരു സ്ക്വയറും ആക്കുന്നുണ്ട്, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും ആക്കുന്നുണ്ട്. അപ്പം ഒരു സ്ക്വയർ വരയ്ക്കുക, അതുപോലെ പിന്നെ എന്താണ് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും ആക്കിയാണ്. ഈ വയറിനെ കൊണ്ട് രണ്ട് ഷേപ്പ് ഉണ്ടാക്കിയാണ്. ഒന്നൊരു സ്ക്വയറും ഒന്നൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിളും. പിന്നെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ആണെങ്കിൽ ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡും എക്സ് ആണ്. അപ്പം നമുക്കിവിടെ അല്ലേ എല്ലാ സൈഡും എക്സ് ആണ്, എക്സ് എക്സ്. അതുപോലെ ഇവിടെയും എക്സ് എക്സ്. ഇനി ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ത് വരും? പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്താണ്? 4 into സൈഡ് അല്ലേ, അപ്പോൾ 4x. അതേപോലെ പെരിമീറ്റർ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം. അതുപോലെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം. അപ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ്. അപ്പോൾ 3 into സൈഡ് അല്ലേ അതിൻ്റെ പെരിമീറ്റർ, അതായത് 3x. ഇനി ഈ രണ്ട് പെരിമീറ്ററും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഈ വയറിൻ്റെ ലെങ്ത് കിട്ടണം. അപ്പം എന്ത് വരും? 4x plus 3x is equal to 3.5 meter. 4xും 3xും കൂടെ ആഡ് ചെയ്താൽ 7x. 7x is equal to 3.5. Therefore, x is equal to എന്ത് വരും? Therefore, x is equal to 3.5 divided by 7. That is 0.5. 0.5 meter ആണ് എക്സ് കിട്ടുന്നത് അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ക്വയറിൻ്റെ സൈഡ് അല്ലെങ്കിൽ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്താണ്? 0.5 meter. മനസ്സിലായില്ല? അതായത് ഒരു വയറ് ബെൻഡ് ചെയ്ത് ഒരു സ്ക്വയറും ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും, അതായത് ഒരു സമചതുരവും ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കുന്നു. അങ്ങനെ രണ്ടിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സമചതുരത്തിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും വശങ്ങൾ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഷേപ്പുകളുടെയും ചുറ്റളവ് കൂട്ടുന്നതായിരിക്കുമല്ല ആ വയറിൻ്റെ നീളം. അപ്പം സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്താണ്? 4x, 4 into സൈഡ്. സമഭുജ ത്രികോണത്തിൻ്റെ 3 into സൈഡ്. 4x plus 3x 3.5. 7x is equal to 3.5. അതിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടും 0.5 meter. അപ്പം ഒരു വശം എന്താണ്? ഈ സ്ക്വയറിൻ്റെ ആണെങ്കിലും ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും ഒരു സൈഡ് എന്താണ്? 0.5 meter. തീർന്നില്ല. ഇതിൽ പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വയർ എങ്ങനെ കട്ട് ചെയ്യണം എന്ന്. വയർ രണ്ടായിട്ടല്ലേ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണ്? സ്ക്വയറിൻ്റെ പെരിമീറ്റർ 4x, അതായത് 4 into സൈഡ് എന്താണ്? 0.5. 4 into 0.5 എന്താണ്? 2 meter വരും. സ്ക്വയറിൻ്റെ പെരിമീറ്റർ 2 meter. അതുപോലെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്? 3 into 0.5. 3 into 0.5 എന്താണ്? 1.5 meter. അപ്പം സ്ക്വയറിൻ്റെ പെരിമീറ്റർ 2 meterഉം ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 1.5 ആണ്. അപ്പം നമുക്ക് ഈ വയർ എങ്ങനെ കട്ട് ചെയ്യണം? ഒരു 2 meter ആയിട്ടും ബാക്കി 1.5 meter ആയിട്ടും
കട്ട് ചെയ്യണം അല്ലേ? മനസ്സിലായില്ലേ? അതായത് സമചതുരത്തിന് ചുറ്റളവ് 2 മീറ്ററും സമഭുജ ത്രികോണത്തിൻ്റെ 1.5 മീറ്ററുമാണ്. അപ്പോൾ ഈ 3.5 മീറ്ററുള്ള വയറ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 2 മീറ്ററും 1.5 മീറ്ററുമായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വയർ എങ്ങനെ കട്ട് ചെയ്യണം? ദ വയർ ഷുഡ് ബി കട്ട് ഇൻറ്റു 2 meter and 1.5 meter. വയറ് 2 മീറ്ററായിട്ടും അതുപോലെ 1.5 മീറ്ററായിട്ടും കട്ട് ചെയ്യണം. Fifth question. In a class there are 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? ഇതിൽ നമുക്ക് ഗേൾസിൻ്റെ എണ്ണം ഗേൾസ് എക്സ് ആയിട്ട് എടുക്കാം, അതുപോലെ ബോയ്സ് വൈ ആയിട്ട് എടുക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗേൾസ് ബോയ്സിനേക്കാൾ 4 കൂടുതലുണ്ട് അല്ലേ? അപ്പം ഗേൾസിൻ്റെ എണ്ണം നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ബോയ്സ് വൈ ആണ്. ബോയ്സിനേക്കാൾ 4 കൂടുതലാണ്. എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 4. അതായത് നമ്പർ ഓഫ് ഗേൾസ് നമ്പർ ഓഫ് ബോയ്സിനേക്കാൾ 4 കൂടുതലാണ്. എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 4 എന്ന് കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 1. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 8 ബോയ്സ് ആബ്സെൻ്റ് ആവുമ്പോൾ ഗേൾസിൻ്റെ എണ്ണം അപ്പോഴുള്ള ബോയ്സിനേക്കാൾ ഡബിൾ ആയിരിക്കും. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം എന്താണ്? എക്സ്. 8 ബോയ്സ് ആബ്സെൻ്റ് ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ ബോയ്സ് വൈ ആണ്. ആബ്സെൻ്റ് ആവുക എന്ന് പറയുമ്പോൾ മൈനസ് വൈ -8 ആണ് അന്നത്തെ ബോയ്സിൻ്റെ എണ്ണം. അതിനേക്കാൾ ഡബിൾ ആയിരിക്കും. അപ്പോൾ 2 ഇൻറ്റു വൈ -8. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇതൊന്നുകൂടെ പറയാം. 8 ബോയ്സ് ആബ്സെൻ്റ് ആവുമ്പോൾ അന്നത്തെ ഗേൾസിൻ്റെ എണ്ണം ആ ബോയ്സിൻ്റെ എണ്ണത്തേക്കാൾ ഡബിൾ ആയിരിക്കും, എണ്ണത്തിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ ബോയ്സ് 8 പേർ ആബ്സെൻ്റ് ആവുക എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതാം? വൈ -8. അതിന് ഡബിൾ 2 ഇൻറ്റു വൈ -8. അത്രയുമാണ് അന്നത്തെ ഗേൾസ്. മനസ്സിലായല്ല? ഗേൾസിൻ്റെ എണ്ണം ആബ്സെൻ്റ് ആയ ബോയ്സിനേക്കാൾ ഡബിൾ ആയി 2 ഇൻറ്റു വൈ -8. ഇത് നമ്മളിപ്പോൾ മറ്റേ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത പോലെ ഈ എക്സിൻ്റെ വാല്യൂ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ എക്സ് എന്താണ്? ഈ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വരും? എക്സിന് പകരം നമ്മൾ ഇത് കൊടുക്കുകയാണ് വൈ പ്ലസ് 4. അപ്പോൾ എല്ലാം ഒരേ വേരിയബിളിൽ വരും. 2 ഇൻറ്റു വൈ -8. ഇനി വൈ പ്ലസ് 4 ഇസ് ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് 2 കൊണ്ട് ഇതിനെ 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു വൈ 2y minus 2 into 8 16. ഇനി ഈ -16 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, ഈ വൈനെ അപ്പുറത്തേക്കും. അപ്പം ഇവിടെ ഒരു 4 ഉണ്ട്. ഈ -16 ഇവിടെ വരുമ്പോൾ +16 2y. ഈ +y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -y. അപ്പോൾ ഇവിടെ എന്ത് വരും? 20 is equal to 2y minus y. എന്താണ് y? 2y minus y means 1y ആണ് y. അപ്പോൾ y is equal to 20 എന്ന് കിട്ടി. ഈ y എന്ന് പറഞ്ഞാൽ എന്താണ്? y നമ്മൾ എന്തായിട്ടാണ് എടുത്തിരുന്നത്? ബോയ്സിൻ്റെ എണ്ണം. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം കിട്ടി അല്ലേ? ഇനി ഗേൾസിൻ്റെ എണ്ണം x എന്താണ്? x എന്ന് പറഞ്ഞാൽ y + 4 ആണ്. അതായത് x is equal to y + 4. 20 + 4 24. അപ്പോൾ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം കിട്ടിയില്ലേ? നമ്പർ ഓഫ് ഗേൾസ് എന്താണ്? എക്സ് 24. നമ്പർ ഓഫ് ബോയ്സ് 20. മനസ്സിലായില്ലേ? അപ്പോൾ 5th ക്വസ്റ്റ്യൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്